ഹായ് ഓൾ, ആദ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ബന്ധത്തിൽ തുടരുവാൻ താല്പര്യമുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവാത്തവർക്ക് ഈ റീഡിങ് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അവർക്ക് ഡെയിലി ഈ ഒരു ചാനൽ സ്ഥിരം റീഡിങ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഏതാണ് റെസനേറ്റ് ആവുന്നത് അതെടുത്ത് കാണാവുന്നതാണ്. ഓക്കെ, എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി മാത്രം കാണുക. പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് എടുക്കാം. യൂണിവേഴ്സ് പ്ലീസ് പ്രേയേഴ്സ്. യൂണിവേഴ്സ് പ്ലീസ് പ്രേയേഴ്സ്. യൂണിവേഴ്സ് പ്ലീസ് പ്രേയേഴ്സ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ബന്ധത്തിൽ തുടരുവാനുള്ള ഒരു സാധ്യത ആ ഒരു പേഴ്സൺ ആഗ്രഹമുണ്ടോ? യൂണിവേഴ്സ് പ്ലീസ് പ്രേയേഴ്സ്. നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ ഈ ബന്ധത്തിൽ അവർക്ക് തുടരുവാനുള്ള താല്പര്യമുണ്ടോ? യൂണിവേഴ്സ് പ്ലീസ് പ്രേയേഴ്സ്. ഓക്കെ, ഇപ്പം നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കാണുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്വഭാവം അനുസരിച്ച് ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ വിവാഹം കഴിച്ചിട്ടുള്ളൊരു പേഴ്സൺ ആണെങ്കിൽ ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആവാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഡിവോഴ്സായിട്ട് നിൽക്കുന്നു, ആ വ്യക്തി ഡിവോഴ്സ് ആയിട്ടില്ല. അങ്ങനെയുള്ളൊരിതാണെങ്കിലും ഈ വ്യക്തിയെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നൊരു വ്യക്തിയാണ്. അതായത് ഈ കുടുംബം, കുട്ടികൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് മുൻഗണന കൊടുക്കുന്ന ഒരു പേഴ്സണാണ്. ചിലപ്പം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നത് ഈ ഫാമിലി എന്ന് പറയുന്നത് സമൂഹത്തിന് മുൻപിൽ അവർ എന്താ പറയുക, അവരെ സംബന്ധിച്ച് ആ ഒരു ഫാമിലി നിലനിർത്തണമെന്നുള്ളൊരു താല്പര്യമുള്ളൊരു വ്യക്തിയാവാം. അങ്ങനെ ആ ഒരു ജീവിതം കളയാൻ ഇല്ലായിരിക്കാം. അത് നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ചിലപ്പോൾ ആ ഒരു പേഴ്സൺ തന്നെ പലതവണയും പറഞ്ഞിട്ടുണ്ടാവാം, എനിക്ക് എൻ്റെ കുടുംബമാണ് ഏറ്റവും വലുത് എന്ന് വെച്ചാൽ നിങ്ങളെ ഇഷ്ടമില്ല എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അത് രണ്ടും ഒരുപോലെയാണ് ഈ ഒരു പേഴ്സൺ കൊണ്ടുപോകുന്നത്. ചിലപ്പം ഒരു അൺമാരീഡ് ആണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണും വിവാഹം കഴിച്ചിട്ടില്ല, വിവാഹം കഴിക്കാനിരിക്കുന്ന വ്യക്തികളാവാം, അല്ലെങ്കിൽ ഒരു പ്രണയബന്ധമായിട്ട് ഇപ്പോഴും തുടരുന്നുണ്ടായിരിക്കാം. അപ്പം ഈ ഒരു ബന്ധത്തിൽ നമുക്കും ഒരുപോലെ ഈ ഒരു പേഴ്സൺ മുൻഗണന തരുന്നുണ്ട്. അതുമാത്രമല്ല അവരുടെ ഫാമിലിക്കാണ് കൂടുതലായിട്ടും പ്രയോറിറ്റി കൊടുക്കുന്നത്. ചിലപ്പോൾ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, സഹോദരിമാർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതലായിട്ടും മുൻഗണന കൊടുക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ വീട്ടുകാർ എന്ന് പറഞ്ഞാൽ ആ ഒരു കൾച്ചർ അല്ലെങ്കിൽ ആ ഒരു ട്രഡീഷൻ, ഫാമിലി എന്നൊക്കെ ഉള്ളൊരു ആ ഒരു സെറ്റപ്പ് ഈ ഒരു പേഴ്സൺ ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാവാം. അങ്ങനെയുള്ളൊരു എന്താ പറയുക, വീട്ടുകാരിൽ നിന്നും പിന്മാറി നിൽക്കുന്നൊരു പേഴ്സൺ ആയിരിക്കില്ല. എന്ത് കാര്യമുണ്ടെങ്കിലും വീടിനെ ആസ്പദമാക്കി നിൽക്കുന്നൊരു പേഴ്സണാവാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി. പലപ്പോഴും അവിടെയുള്ള കാര്യങ്ങൾ വളരെ അടുക്കും ചിട്ടയോടുകൂടി കാര്യങ്ങൾ നിർവഹിക്കുന്നൊരു പേഴ്സണാവാം. എന്നാൽ ചില വ്യക്തികളുടെ കാര്യങ്ങൾ നോക്കാൻ നേരത്ത് ഈ പേഴ്സണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാവാം. അതായത് ഒരുപാട് ചിലപ്പോൾ രാഷ്ട്രീയപരമായിട്ടാവാം, അല്ലെങ്കിൽ ഇപ്പം ജോലി സംബന്ധിച്ചാവാം, മതപരമായിട്ടാവാം. ഒരുപാട് ഉയർച്ചയിലും അല്ലെങ്കിൽ ഒരുപാട് സ്ഥാനമാനങ്ങളൊക്കെ ഉള്ള ഒരു പേഴ്സണാണ് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ. അപ്പോൾ അവരെ സംബന്ധിച്ചെന്ന് പറയുമ്പം ഇങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് ഭയങ്കരമായിട്ടൊരു
ഒരു ആഴത്തിലുള്ളൊരു സ്നേഹം ആ ഒരു പേഴ്സണുണ്ട്. പക്ഷേ പലതവണയും ആ ഒരു പേഴ്സൺ ഇതിൻ്റെ അകത്ത് ഒരു നിയന്ത്രണാതീതമായിട്ടാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾ നോക്കാൻ നേരത്ത് ആ വ്യക്തിയുടെ വലിയൊരു ഫീലിങ്സോ അല്ലെങ്കിൽ നിങ്ങളോട് കൂടുതലായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റോ പലപ്പോഴും കാണിക്കുന്നില്ല. അല്ലെങ്കിൽ അതിൻ്റെ അത് നിങ്ങൾക്ക് ചിലപ്പം അസൂയയും അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉയർന്നു വരാം. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഫാമിലി ഇതാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ജോലി സംബന്ധിച്ചാണെങ്കിലും അവർ ഏറ്റവും കൂടുതൽ അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൽപ്പിക്കുന്നത് എന്ന് വെച്ചാൽ അതിന് ആ ഒരു കാര്യങ്ങളോട് എന്താ പറയുക, അവർ ജനിച്ച് വീണപ്പോൾ തുടർന്ന് ഇപ്പോൾ ജീവിക്കുന്ന ഒരു ഇതുവരെ ആ ഒരു പേഴ്സൺ അതിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിക്കൊണ്ടത്. ഇപ്പം നിങ്ങൾ വരുന്നതിന് മുൻപ് പോലും ആ പേഴ്സൺ അങ്ങനെ ആയിരുന്നു എന്നതാണ് കാണിക്കുന്നത്. അപ്പം അവരെ സംബന്ധിച്ച് ഈ ബന്ധത്തിനോട് യാതൊരു താല്പര്യക്കുറവുകളും അവരുടെ മനസ്സിൻ്റെ ഉള്ളിലില്ല. കാരണം അവർക്ക് ഈ ബന്ധം ഇഷ്ടമാണ്. കാരണം നിങ്ങളും ഇവിടെ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ രണ്ടുപേരുടെയും ഒരു സ്വഭാവ രീതികൾ നോക്കാൻ നേരത്ത് രണ്ടുപേരും ഈ ബന്ധത്തിൽ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. കൂടുതലായിട്ടും നിങ്ങൾ ഭയങ്കര എന്ത് പ്രശ്നം വന്നാലും ഈ ബന്ധത്തിൽ എന്താ പറയുക, ഈ ബന്ധത്തിൽ സ്ട്രോങ് ആയിട്ട് നേരിടുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നഷ്ടപ്പെടരുതെന്ന് ഓർത്ത് നമ്മൾ എല്ലാ പ്രശ്നങ്ങളും സാധൂകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ എടുത്തയാട്ടോ അങ്ങനെയുള്ളൊരു കാര്യങ്ങളും ഇല്ല. വളരെ പക്വതയോടുകൂടി കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പം പലപ്പോഴും ഈ ബന്ധത്തിൽ പല പ്രശ്നങ്ങളും വരും അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ട് എന്നോർത്തിട്ട് പലപ്പോഴും നിയന്ത്രണാതീതമായിട്ടാണ് ഈ ഒരു പേഴ്സൺ കൊണ്ടുവന്നത്. ചിലപ്പോൾ 4 ആൾക്കാർ അറിഞ്ഞാൽ ഈ വ്യക്തിയുടെ ജോലിനെ ബാധിക്കുന്ന തരത്തിലാവാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടക്കുറവുകളില്ല. പലപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ പരമാവധി നിങ്ങളോട് ഒരുപാട് ക്ഷമയോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. കാരണം നിങ്ങളോട് പെട്ടെന്ന് എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഒരു മനുഷ്യൻ എന്നുള്ളൊരു നിലയ്ക്ക് നിങ്ങൾക്ക് ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു കാര്യം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പരമാവധി നിങ്ങളുടെ അടുത്ത് എന്താ പറയുക, പരമാവധി ആ ഒരു പേഴ്സൺ നിങ്ങളെ ഹേർട്ടാക്കാതെ നിങ്ങളെ വേദനിപ്പിക്കാതെ തന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കും. ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ ദ എംപറർ ആൻഡ് 5 ഓഫ് സോർട്സ് നോക്കാൻ നേരത്ത് ഈ 2 എനർജീസും പറയുന്നുണ്ട്. ഈ പേഴ്സണ് നിങ്ങളോട് കൂടുതലായിട്ടും സ്നേഹമാണ് ഉള്ളത്. ആ ഒരു പേഴ്സണ് ഭയങ്കര എന്താ പറയുക, ഭയങ്കര പോസസീവാണ് നിങ്ങളുടെ കാര്യത്തിൽ. നിങ്ങളെ മറ്റാർക്കും വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സോ കാര്യങ്ങളോ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലില്ല. അവർക്ക് എപ്പോഴും നിങ്ങളെ വേണം, അല്ലെ നിങ്ങൾ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ആ ഒരു പേഴ്സണെ സംബന്ധിച്ചുള്ളൂ. ആ വ്യക്തിയെ സംബന്ധിച്ചെന്ന് പറയുക, അവർ അവരുടെ ജോലിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ വിട്ടു പോകുമെന്നുള്ളൊരു ഭയം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു നിങ്ങളെ മറ്റാർക്കും വിട്ടു കൊടുക്കത്തില്ലെന്നുള്ളൊരു വാശി, അങ്ങനെയുള്ളൊരു സ്വഭാവം ഈ പേഴ്സണ് ശരിക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഈ ബന്ധത്തിൽ നിന്ന് പോകാനുള്ളൊരു താല്പര്യം ആ ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇതുവരെയും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. അവരെന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് മേലെ ഒരു അധികാര സ്വഭാവത്തോടുകൂടി അല്ലെങ്കിൽ അവർ കൂടുതലായിട്ടും അവരുടെ സ്നേഹം പുറമേ നിന്ന് പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ പോലും അവരുടെ മനസ്സ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. അത് ആ ഒരു പേഴ്സൺ തന്നെ നമുക്കിവിടെ ഉറപ്പ് തരുന്നുണ്ട്. പല തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ എന്ത് കാരണമാണെങ്കിലും അവർക്ക് അതിനോടുള്ള ഒരു താല്പര്യവും ഇല്ല. നിങ്ങൾ നോക്കാൻ നേരത്ത് ഈ വ്യക്തിയുടെ അടുത്ത് കൂടുതലായിട്ട് സംസാരിക്കുന്നവർ കൂടുതലായിട്ടുണ്ടായിരിക്കാം. ആ ഒരു വ്യക്തിയുടെ ജോലി അങ്ങനെയാണ്, അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെയാണ്. കൂടുതലായിട്ടും എല്ലാവരോടും ഓപ്പണായിട്ട് സംസാരിക്കുന്നൊരു വ്യക്തിയാവാം. കൂടുതലായിട്ട് ഫ്രണ്ട്സും ഒത്തിരി പേര് ഈ വ്യക്തിയെ കാണാനാണെങ്കിലും അല്ലെങ്കിൽ സംസാരിക്കാനാണെങ്കിലും അവരുടെ ചുറ്റിനും എപ്പോഴും ആൾക്കാരുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു സമയം, അല്ലെങ്കിൽ ചിലപ്പം എന്താ പറയുക, ഓഫീസിലൊക്കെ ഒരേപോലെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഓഫീസിലെ മാനേജിങ് പൊസിഷനിലിരിക്കുന്ന ഒരു പേഴ്സൺ ആവാം. അപ്പം ഈ ഒരു പേഴ്സണെ ചുറ്റിപ്പറ്റി ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പം നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു സമയം എന്തായാലും അവിടെ കിട്ടുന്നില്ല എന്നതാണ് നിങ്ങളുടെ ഒരു സങ്കടം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കാൻ നേരത്ത് അവർ മറ്റുള്ളവർ കൂടുതലായിട്ട് നമ്മുടെ സമയം എടുത്ത് സംസാരിക്കുന്നു. അപ്പോൾ അവരും ആ ഒരു രീതിക്കനുസരിച്ച് നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ആ ഒരു വ്യക്തിയോട് ദേഷ്യമൊക്കെ വരുന്നുണ്ടാവാം. പക്ഷേ എന്നാൽ സത്യമെന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സ് ഇതുപോലെയാണ്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ബന്ധം എന്ന് പറയുന്നത് അവർക്ക് വേണം എന്നുള്ളൊരു താല്പര്യം തന്നെയാണ്. പലപ്പോഴും ഇതിൻ്റെ അകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ നേരത്ത് പോലും അവർക്ക് ആ പ്രശ്നങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാനുള്ള യാതൊരു മനസ്സും കാര്യങ്ങളുമില്ല എന്നതാണ് ആ ഒരു വ്യക്തിയുടെ ചിന്തകളിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കാണുന്നത്. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവർക്ക്
നിങ്ങൾ വിട്ടു പോകുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും പറയുന്നുണ്ടാവാം ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു റിലേഷൻ തുടരേണ്ടെന്നൊക്കെ ഉള്ളൊരു കാര്യം. അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ. അവർക്ക് അതിനോട് താല്പര്യമില്ല, അല്ലെങ്കിൽ പലതവണ അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് പോകുന്നിട്ട് അവർ തന്നെ ഇങ്ങോട്ട് മിണ്ടി വരുന്നുണ്ടാവാം. അപ്പോൾ അതിനൊക്കെ ഒരു അർത്ഥമെന്ന് പറയുന്നത് അവരുടെ മനസ്സെന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി കൊതിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ബന്ധം നിലനിർത്തണം എന്നുള്ള താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു മനസ്സ് സംബന്ധിച്ച് ഈ ബന്ധം വിട്ട് കളയാനുള്ള ഒരു യാതൊരു മനസ്സും അവർക്കില്ല എന്നതാണ് ഒരു ഡിവൈൻ മെസ്സേജ് നമുക്ക് കിട്ടുന്നത്. ഇന്നത്തെ ഒരു റീഡിംഗ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ബൈ.